ശ്യാമേ, ഈ 12 ലക്ഷം ചെലവാക്കി വിദേശത്ത് നിന്നൊരു സാധനം വരുന്നുണ്ട്. നമ്മുടെ ഗണേഷ് കുമാറാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഗണേഷ് കുമാർ താറോട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഗണേഷ് കുമാർ ഇവിടെ സകല ഗതാഗത നിയമങ്ങളും മാറ്റിമറിച്ച് സകല ആൾക്കാരെയും ചട്ടം പഠിപ്പിച്ച് സകല ആൾക്കാരെയും ഞാൻ നന്നാക്കിയിട്ട് മാത്രമേ അടങ്ങുകയുള്ളൂ എന്നാണ് പറയുന്നത്. CPM വിഘാതം നിൽക്കുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ 12 ലക്ഷം ചിലവാക്കി വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന യന്ത്രം എന്തിനുള്ളതാണെന്ന് അറിയാമോ? മയക്കുമരുന്ന് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ പിടിക്കുക. ഇത് KSRTC ഡ്രൈവർമാരിലാണ് പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. കാരണം അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നമ്മുടെ ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടുണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, ഗണേഷ് കുമാർ വരുന്നുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ ആന്റണി രാജു വായി നോക്കിയിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടെയാണ്. കാരണം ഇത്തരത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. എന്താ പറയാനുള്ളത്? നമ്മളിത് ഈ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത്. 12 ലക്ഷം രൂപയ്ക്ക് വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യന്ത്രം താൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരാളെയും ഞാൻ വെറുതെ വിടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ വെറുതെ വിടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. എക്സൈസുമായി ബന്ധപ്പെട്ട എക്സൈസിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കണക്കില്ല. KSRTC ഡ്രൈവർമാരാരെങ്കിലും MDMA അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിയോ മറ്റേതെങ്കിലും മാരകമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിച്ചതായിട്ടുള്ള ഒരു കണക്ക് എക്സൈസിന്റെ പക്കലില്ല. അങ്ങനെ ഒരു ഇതില്ല. പിന്നെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലും ഇങ്ങനെ ഒരു കണക്ക് ഇവരുടെ കയ്യിലും ഇല്ല. അവരുപയോഗിച്ചത് മദ്യപിച്ച് വാഹനം ഓടിച്ച് KSRTC ഡ്രൈവർമാർ അപകടം വരുത്തിയതും മരണത്തിന് കാരണക്കാരായതും അതുപോലെ തന്നെ വാഹനത്തിന് കേടുപാട് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആരാണ് ഇദ്ദേഹത്തിന് ഈ വിവരം പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാക്കി മാറ്റിയിരിക്കുകയാണ്. താൻ മാത്രം ശരിയും മറ്റുള്ളവരെല്ലാം തെറ്റുമാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണിത്. എവിടെ പോയാലും അദ്ദേഹം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ധാർഷ്ട്യമുണ്ട്. അത് അവരുടെ കുടുംബപരമായിട്ട് തന്നെയുള്ള ഒരു സാധനമാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെ പോയാലും അദ്ദേഹം ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കമ്മീഷണറും തമ്മിൽ സ്ഥിരം പ്രശ്നമാണ്. അവർ തമ്മിൽ മിണ്ടിയിട്ട് 3 മാസമായി. ഞാൻ അവസാനമായിട്ട് അറിഞ്ഞത് ഈ പുള്ളിക്കാരൻ ഇയാളോട്ട് ഉടക്കി മേശപ്പുറത്ത് കൈയൊക്കെ വെച്ച് അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ അതായത് അവിടെ മീറ്റിംഗ് നടന്ന സമയത്ത് പരസ്യമായിട്ട് കമ്മീഷണറെ മന്ത്രി ശാസിച്ചു. പരസ്യമായി ശാസിക്കാന്ന് വെച്ചാൽ മൈക്കിലൂടെ ശാസിച്ചു. ഞാൻ കമ്മീഷണറെ ഇദ്ദേഹം എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, ഇദ്ദേഹത്തെ ഞാൻ അമിതമായി വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറെ അപമാനിച്ചു. ആ കലിക്ക് കമ്മീഷണർ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിന്റെ ചേംബറിൽ വന്ന് ഇദ്ദേഹവും കമ്മീഷണറുമായിട്ട് വലിയ തർക്കമുണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹം 3 മാസമായിട്ട് ഇവർ തമ്മിൽ മിണ്ടില്ല. ഇപ്പൊ എന്ത് കാര്യം നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം നിർദ്ദേശം കൊടുത്താലും കമ്മീഷണർ പറയുന്നത് രേഖാമൂലം കൊണ്ടുവരാനാണ്. രേഖാമൂലം കൊണ്ടുവന്നിട്ടേ ഞാൻ നടപ്പാക്കുള്ളൂ. വാക്കാൽ പറഞ്ഞാൽ, മന്ത്രി പറഞ്ഞാൽ കമ്മീഷണർ കേൾക്കില്ല. അതിപ്പോ ആ വകുപ്പ് മൊത്തത്തിൽ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ ധനവകുപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇനി KSRTCക്ക് പൈസ തരത്തില്ലെന്ന്. ഇനി KSRTCക്ക് പൈസ തരത്തില്ല. അതായത് 625 കോടിയാണ് ഇപ്പൊ ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ KSRTCക്ക് KTDFCക്ക് നൽകിയത്. അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് KSRTC എടുത്ത കടം തിരിച്ചടച്ചില്ല. ഇവരെവിടുന്നാണ് തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് എടുത്തിരിക്കുന്നത് ജില്ലാ ബാങ്കുകളിൽ നിന്നാണ് ഈ KTDFC ഈ തുക മേടിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് KTDFCക്കും ഈ ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കിനും നിയന്ത്രണം കൊണ്ടുവന്നു. അതിനെ തുടർന്ന് വലിയ പ്രശ്നമായി. KTDFCയിൽ പണം നിക്ഷേപിച്ചിരുന്നവർ പോയി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇതിൽ നടപടിയെടുക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് 625 കോടി എടുത്ത് KTDFCക്ക് കൊടുത്ത് അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പൈസ ചോദിക്കരുതെന്ന് ധനവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് ധനവകുപ്പ് പൈസ 50 കോടിയോളം രൂപയാണ് ഓരോ മാസവും ധനവകുപ്പ് ഈ പെൻഷനും ഇതിനും വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. 71 കോടിയാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നത്. അതേസമയം ശമ്പളം 50 കോടി മതി. ശമ്പളം 50 കോടി, 71 കോടി പെൻഷനും നൽകണം. ഇവർക്ക് ധനവകുപ്പൂടെ സഹായിക്കരുന്നാൽ ഇവർ എവിടെ പോകും? ഇവരെന്ത് ചെയ്യും? അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ 12 ലക്ഷത്തിന് ഇനി അടുത്ത പരിപാടി കൊണ്ടുവരാൻ പോകും. ഇത് ഏറ്റവും വലിയ രസം തുറന്ന് അറിയാമോ? ഇദ്ദേഹം പത്തനാപുരം ഈ ബ്രത്തനലൈസർ കൊണ്ടുവന്നിട്ട് ഈ വെള്ളം അടിച്ചിട്ട് വരുന്നവരെല്ലാം പിടിക്കാൻ തീരുമാനിച്ചു. ആദ്യം പൂട്ടിയ ഡിപ്പോ ഏതാണെന്നറിയാമോ? പത്തനാപുരം സർവീസ്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോയിൽ സർവീസ് മൊത്തം മുടങ്ങി. ആരും വരാതായി. ആരും വരുന്നില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുമോ KSRTC ഡ്രൈവർ? ഉണ്ട്.
മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന KSRTC ഡ്രൈവർമാരുമുണ്ട്. ഈ സ്കൂൾ ബസ്സിൽ വരെ ഒരു സമയത്ത് സ്കൂൾ ബസ്സിൽ ഈ സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഒരു പ്രത്യേക ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഓപ്പറേഷൻ അന്ന് നടത്തിയതിന്റെ പേരിൽ ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ 28 ഡ്രൈവർമാരാണ് പിടിക്കപ്പെട്ട, സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർമാർ. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇവർക്ക് തലേന്ന് രാത്രിയിൽ ലേറ്റ് നൈറ്റിൽ മദ്യപിച്ചിരുന്നാലും ബ്രത്ത് അനലൈസറിൽ പിടിക്കും, സ്മെല്ല് വരും. പിറ്റേന്ന് രാവിലെയും ഇതിന്റെ സ്മെല്ല് ഉണ്ടാവും. പക്ഷേ ഇവരുടെ മെഡിക്കൽ എടുത്താൽ കിട്ടത്തില്ല. മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. പിന്നെ KSRTCയിൽ ഇത് കഴിച്ചിട്ടേ ഓടിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഡ്രൈവേഴ്സ് ഒട്ടനവധി പേര് ഉണ്ട്. അത് കൂടുതലും ഓടിക്കുന്നത് ഈ വനമേഖലയിലോട്ടുള്ള ഡ്രൈവർമാരാണ്. വനമേഖലയിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നത്, അതായത് ആ വണ്ടി മാത്രമായിരിക്കും ആ ഒരു മേഖലയിൽ പോകുന്നത്. ചിലപ്പോൾ ആ വണ്ടി അവിടുന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു KSRTC ബസ് മാത്രം പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് അവിടെ ഇരുന്ന് ഇതുണ്ടെങ്കിലേ ഇനി വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തിയവരുണ്ട്. ഇദ്ദേഹം കൊണ്ടുവന്ന അത് നല്ല കാര്യമാണ്. ബ്രത്ത് അനലൈസർ കൊണ്ടുവന്ന് ഇപ്പം കുറേ അപകടങ്ങൾ കുറഞ്ഞു. കഴിഞ്ഞ മാസം കണക്കെടുക്കുമ്പോൾ KSRTC എടുത്തി വെച്ച അപകടങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിലെ അവസാന വാരത്തിൽ KSRTC ഒരു അപകടം പോലും വരുത്തിയിച്ചില്ല. ഗണേഷ് കുമാർ വന്ന ശേഷം മാറ്റമുണ്ട്. ഒരു അപകടമല്ല, ഒരാളുടെ മരണത്തിന് പോലും KSRTC കാരണക്കാരനായിട്ടില്ല. ഈ KSRTCക്ക് ഉണ്ടാകുന്ന മരണം ഉണ്ടാകുമ്പോൾ KSRTCക്കെതിരെ കേസ് പോകും. KSRTCക്കെതിരെ കേസ് പോവും. KSRTC പിന്നെ അവസാനം ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് 12 ലക്ഷത്തിന് ഞാനിപ്പോ മയക്കുമരുന്ന് സാധനം പിടിക്കാൻ KSRTC രക്ഷപ്പെടുവോ പുള്ളി വന്നാലും? അതിന്റെ ഒരു ലാഞ്ചന പോലും കാണിക്കുന്നില്ലല്ലോ. ഇല്ല, ഇദ്ദേഹത്തെ കൂടെ ഒന്നും നടക്കുന്നില്ല. അത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞ് വീർപ്പിച്ചെടുത്ത ഒരു കക്ഷിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം KSRTCയിൽ വന്നാൽ ഇത് നന്നാക്കി എടുക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചൊരു സാധനമാണ്. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം പറഞ്ഞു ആദ്യം വന്നിട്ട് ചെയ്യാൻ പോയ ഗ്രീൻ സിറ്റി ആക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക, സ്മാർട്ട് സിറ്റി, ഗ്രീൻ സിറ്റി. അതിന്റെ ഇടയ്ക്കാണ് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞത് മറ്റേ ബസ്സുകളെല്ലാം, ഇലക്ട്രിക് ബസ്സുകളെല്ലാം പിൻവലിക്കാൻ പോകും, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ബസ്സുകൾ മുഴുവൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് അറിയാം? അത് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി. വലിയ പ്രതിഷേധം ഈ സിറ്റിയിൽ ജനങ്ങൾ മുഴുവൻ എതിരായി. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കെതിരെ വരെ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു ഘട്ടമായപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവരുടെ പാർട്ടിയിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, ഇവിടെ LDF ഉള്ളവരെ വരെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിൽ നിന്ന് പിൻവലിഞ്ഞത്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു അറിയാമോ? അപ്പൊ അതിൽ പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുക. ഈ സിറ്റിയിൽ കിടന്ന് കറങ്ങുവാന്നല്ലോ, സർക്കുലർ ആണല്ലോ വണ്ടി. ആ വണ്ടികളൊക്കെ വെഞ്ഞാറമൂടിനൊക്കെ വിട്ടുള്ളത്. ഇപ്പോ ഈ സിറ്റിയിലെ ബസ്സുകൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് പോകുന്നുണ്ട്, നെയ്യാറ്റിങ്കര പോകുന്നുണ്ട്, നെയ്യാറ്റിങ്കരയിലൊക്കെ വിട്ടു കളഞ്ഞു. ഇവിടുന്ന് ഒരു വണ്ടി വെഞ്ഞാറമൂടോ നെയ്യാറ്റിങ്കരയോ പോയിട്ട് ഈ സിറ്റി കിടന്ന് റൗണ്ട് അടിക്കേണ്ട വണ്ടി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാമോ? എത്ര സമയം എടുക്കുന്ന അറിയാം. മാത്രം ഇത് ഇലക്ട്രിക് ബസ്സാണ്. ഈ വെഞ്ഞാറമൂട് നെയ്യാറ്റിങ്കരൊക്കെ ഉള്ള ബ്ലോക്കിൽ പോയി ഇത് പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇതിന്റെ ചാർജ് തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് ബസ്സുകൾ റോഡിൽ കിടക്കും. റോഡിൽ കിടന്ന് ഇത് കംപ്ലൈന്റ് ആണെന്ന് പുള്ളിക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഈ വണ്ടികൾ കംപ്ലൈന്റ് ആണ്, ഈ വണ്ടികൾ കൊള്ളത്തില്ല എന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര വാശിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാശി ഇപ്പൊ അദ്ദേഹം ഇവിടെ തീർത്തോണ്ടിരിക്കുക. ഇവിടുത്തെ ഈ സിറ്റിയിലുള്ള അത്ര റേഞ്ച് ഒന്നും ഇലക്ട്രിക് ബസ്സിന് ഇല്ലല്ലോ. സിറ്റിക്കകത്തുള്ള ഓട്ടത്തിന് മാത്രമല്ല, സിറ്റിയിലുള്ള ഓട്ടത്തിനെ നടക്കത്തുള്ളൂ. അതിനെ എടുത്ത് വെഞ്ഞാറമൂടൊക്കെ വിട്ടു കളഞ്ഞു. ആ വെഞ്ഞാറമൂടൊക്കെ ഓടിയിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ ആ ബസ്സുകൾ വെഞ്ഞാറമൂടൊക്കെ പോയി അവിടെ ബ്ലോക്കിലാണ് പെട്ട് കിടന്നു കഴിഞ്ഞാണല്ലോ, ഈ ബസ്സിനെ അവസാനം കെട്ടിവലിച്ച് കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പം ഭയങ്കര ദേഷ്യമാണ് അവരോടൊക്കെ, ഈ സ്വിഫ്റ്റുകാരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അതും ആന്റണി രാജു ഒക്കെ ഇരുന്ന സമയത്തൊക്കെ വന്നവരല്ലേ, പുള്ളിക്ക് അതൊന്നും പിടിക്കുന്നില്ല. കാര്യം പുള്ളി ആന്റണി രാജു ചെയ്തു വെച്ചതെല്ലാം ലോക മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞു വെക്കാനാണ് നോക്കുന്നത്. ഈ സ്വിഫ്റ്റുകാരൊക്കെ നല്ല ഇതാണ് കേട്ടോ. അവരുടെ ബസ്സുകൾ കണ്ടിട്ടുണ്ടോ? അവരെന്നും അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോകണം. ഗണേഷ് കുമാർ പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നപ്പോൾ ബസ്സുകളൊന്നും കഴുകാറില്ലായിരുന്നു, ഞാൻ പറഞ്ഞാണ് കഴിക്കുന്നത്. അല്ലല്ല, സ്വിഫ്റ്റ് എല്ലാം അവർ നല്ല വൃത്തിക്കാ കൊണ്ട് നടക്കുന്നത്. നല്ല വൃത്തിക്കാണ് ഈ സ്വിഫ്റ്റിന്റെ ബസ്സുകളെ അവർ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മൾ സ്വന്തം വാഹനം പോലാണ് ആ ചെറുപ്പക്കാരികളുമാണ് സ്വിഫ്റ്റിലുള്ളത്. അപ്പോൾ അവർ നല്ല വൃത്തിക്കാണ് നോക്കുന്നത്. ഇപ്പൊ ഏതായാലും ഇപ്പൊ അദ്ദേഹം പറയുന്നത് മയക്കുമരുന്നിന് 12 ലക്ഷം രൂപ. ഇദ്ദേഹം ഇത് മേടിക്കുന്ന സമയത്ത് ആ പാവങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ള പരിപാടി നോക്കും. അടുത്ത മാസം മുതൽ ശമ്പളം മുടങ്ങി എന്ത് ചെയ്യും? പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല. ഞാനൊരിക്കലും ഒരു കുറെ കാലം മുമ്പ് ഈ KSRTCക്കാർ ശമ്പളമില്ലാതെ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പിന്നെ സമരം ചെയ്തു, ശമ്പളമില്ലാതെ. അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഈ പ്രതീകാത്മകമായിട്ട് മണ്ണ് തിന്നുന്ന
ഒരു സമരമായിരുന്നു. അപ്പോൾ അതിലൊരു എംപ്ലോയി ഇരുന്ന് കരഞ്ഞു, ഒരു സ്ത്രീ, ഒരു എംപ്ലോയി ഇരുന്ന് അത് ആ മണ്ണെടുത്ത് ഫ്രണ്ടിൽ വെച്ച് പ്രതീകാത്മകമായിട്ടുള്ള സമരമായിട്ട് നടത്തിയത്. പക്ഷെ അവരതിൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞ് കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അപ്പോഴാണ് അവരുടെ വീട്ടിലെ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് അറിഞ്ഞത്. ശമ്പളം കൊടുക്കുന്നില്ല, ശമ്പളം ഇല്ലാതെ അവർക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലെ ചെലവ്, കുട്ടികളുടെ പഠനം എല്ലാം മുടങ്ങി. പറയുമ്പോൾ ഗവൺമെന്റ് ജോലിയാണ്. അങ്ങനെ ഇരുന്ന് കരയുന്ന ഒരു രംഗം വരെ കണ്ടു. ഇപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത്, അടിയന്തരമായി ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ശമ്പളം ഇനിയിപ്പോൾ സർക്കാർ സഹായിക്കില്ല, KSRTC സ്വമേധയാ സ്വന്തം നിലയിൽ കണ്ടെത്തണം എന്നാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിനുള്ള മാർഗം കണ്ടെത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള തട്ടുകൊളുപ്പും പരിപാടികളുമായിട്ട് നടക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിന് ഒരു ഭയങ്കര PR ഗ്രൂപ്പ് ഉണ്ട്. ഒരു PR ഗ്രൂപ്പ് ഉണ്ട്. ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ മൈക്കുകളാണ്, മാല പോലാണ് ഇദ്ദേഹത്തിന്റെ മൈക്കുകൾ കിടക്കുന്നത്. ഇദ്ദേഹം കുറെ മീഡിയക്കാരെ ഇറക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന തള്ളലും ഉന്തലും എല്ലാം ഇങ്ങനെ തള്ളി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. ഈ പത്തനാപുരത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമി പിന്നെ പാവങ്ങൾക്ക്, നിർധനർക്ക് വീട് വെക്കാൻ വേണ്ടി അദ്ദേഹം നൽകി. അത് വീട് വെച്ചു കൊടുത്തതും എല്ലാം അദ്ദേഹം തന്നെയാണ്. ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭൂമിക്ക് സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, നിർധനരായിട്ടുള്ള എല്ലാ മതവിഭാഗത്തിലും ഉള്ളവർക്ക് വേണ്ടി കൊടുത്തു. ഇദ്ദേഹം പോയി അതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ, ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇദ്ദേഹം വീട് വെച്ച് കൊടുത്തയാണെന്ന് തോന്നും. പക്ഷെ ആ മനുഷ്യനെ സൈഡാക്കി കളഞ്ഞു. ശരിക്കും ആ മനുഷ്യനാണ് ഇത് കൊടുത്തത്. ആ മനുഷ്യന്റെ പേര് ഞാൻ മറന്നുപോയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇന്റർവ്യൂവിൽ അത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു മനുഷ്യന് നല്ലൊരു ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷെ ഞാൻ ആ പേര് മറന്നുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയാത്തത്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും.